പ്രത്യേകതയാ. ആ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില സൽക്കർമ്മമുണ്ട്, പ്രത്യേകമായിട്ടുള്ള ചില നിസ്കാരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സാധാരണ ദിവസത്തെ പോലെ നീ വെള്ളിയാഴ്ചയെ കാണരുത്. ആ ദിവസത്തിന് നീ പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുക്കൂ. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് നീ മനസ്സുകൊണ്ട് മനസ്സിലാക്കൂ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പള്ളിയിലെ ഖതീബ് പറയുമല്ലോ, അതാ വാളെടുത്ത് കൊടുക്കുന്ന സമയത്ത് മുഅദ്ദിൻ പടന്ന് പറയുകയാണ്, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. എന്താണ് പറയുന്നതിന്റെ അർത്ഥമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണ ദിവസത്തെ പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവന്റെ ഹജ്ജാണല്ലോ. പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പടച്ചറബിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയി കഥാ ഹജ്ജ് ചെയ്യാൻ പോകാൻ, ഉംറ ചെയ്യാൻ പോകാൻ കഴിയാത്തവരുണ്ടല്ലോ, പാവപ്പെട്ടവരുണ്ടല്ലോ, ഫക്കീറുകളുണ്ടല്ലോ, മിസ്കീനുകളുണ്ടല്ലോ. പടച്ചവനെ, അവർക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പോകാൻ അങ്ങ് ലക്ഷങ്ങൾ കൊടുത്ത് മക്കയിലും മദീനയിലും പോകാൻ പൈസയില്ലാത്ത പാവപ്പെട്ടവരായ കൂലിപ്പണിക്കാരായ സാധുക്കളായ മുസ്ലിമേ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാ.